എൻ്റെ പേര് സോഫി. ഞാൻ കോട്ടയം അയർക്കുന്നത്തുനിന്ന് വരുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. 2023 ജനുവരി 15-ാം തീയതിയാണ് ഞാൻ മോൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. മോൾ ഒരു BSc നേഴ്സാണ്. ഡിസംബറിൽ പഠിത്തം കഴിഞ്ഞ് 1 വർഷത്തെ എക്സ്പീരിയൻസും കഴിഞ്ഞ് 2022 വന്നു. 2023 ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു. മോൾ IELTS പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഉടമ്പടി ഞാൻ എടുത്തതുകൊണ്ട് ഞാൻ മാത്രമാണ് എന്നും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയും കൊന്ത ചെല്ലുകയും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം മോൾ ആദ്യമേ ഒന്നും കൂടത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, മോളെ ഞാൻ തന്നെ പോരാ, കൊച്ചും കൂടെ കൂടണം പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞ് പിന്നെ മോളും എണീറ്റ് 5:30 പ്രാർത്ഥിക്കാനും പള്ളിയിൽ വരാനും ഒക്കെ തുടങ്ങി. ഫെബ്രുവരിയിൽ അവൾ ആദ്യമേ എക്സാം എഴുതി. 3 വിഷയങ്ങൾക്കും കിട്ടി. സ്പീക്കിങ്ങിന് മാത്രം അവൾക്ക് കിട്ടിയില്ല. അപ്പം സങ്കടമൊന്നും തോന്നിയില്ല. കാരണം ഞാൻ പറഞ്ഞ സാരയില്ല, സങ്കടപ്പെടുകയൊന്നും വേണ്ട, അത് എത്ര പ്രാവശ്യം എഴുതിയാലും ഓരോരുത്തർക്കും കിട്ടുന്നേ, മാതാവ് ഇത്രയും തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ, ഒരെണ്ണം അല്ലേ പോയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും 2ാമത് പുതുക്കി. അപ്പോൾ ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ കാരുണ്യപ്രവൃത്തികളൊന്നും ഞങ്ങൾ ചെയ്തില്ല. അപ്പം ഞാൻ വീണ്ടും നമുക്ക് എന്താ അതിന് മാറ്റം വരുത്തേണ്ടതെന്ന് സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും രോഗികളെ കാണാൻ പോകും, പാവപ്പെട്ടവരെ സഹായിക്കും, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം രോഗികളെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഓരോരുത്തർ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും പോകാൻ ഞങ്ങൾക്ക് ആ സമയത്ത് പറ്റത്തില്ലായിരുന്നു, പെരവണി നടക്കുമായിരുന്നു. അപ്പം അതൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ 2ാമത് പുതുക്കിയപ്പം ഞങ്ങൾ എന്തായാലും ഞാനും മോളും കൂടെ ഇറങ്ങി ഒരു ഹോസ്പിറ്റലിൽ അടുത്ത് ചെന്ന്. അവിടെ ചെന്നപ്പോൾ രോഗികൾ കിടപ്പുകാരില്ല. അപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ഒരു ഓട്ടോറിക്ഷ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞാനൊരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോയി. അത് ഒരു അമ്മച്ചിമാരെ മാത്രം നോക്കുന്ന ഒരു ഇതായിരുന്നു. അച്ഛന്മാരുടെ ഇതിലുള്ള ഒരു കല്യാണം കഴിക്കാത്ത ഒരു സിസ്റ്റർ നോക്കുന്നതായിരുന്നു. സിസ്റ്റർ അല്ല, ഒരു കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീ ഒരാൾ നോക്കുന്നതായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ ഈ മേടിച്ച സാധനങ്ങളെല്ലാം അവർക്കെല്ലാം കൊടുത്തു. ഞങ്ങൾ അന്ന് പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാ മാസവും പോകും. അവിടെ ചോദിച്ചു. അപ്പം ഒരു നേരത്തെ ഫുഡ് ഞങ്ങൾ പിന്നെ എല്ലാ മാസവും കൊടുക്കും. പിന്നെ ഞങ്ങൾ ബെഡ്ഷീറ്റ് അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ ഓരോ പ്രാവശ്യവും കൊടുക്കാൻ തുടങ്ങി. പ്രാർത്ഥനകളൊക്കെ വെളുപ്പിനെ 4:30 ഞാനും മോളും എണീറ്റ് കൈ വിരിച്ച് പിടിച്ച് മുട്ടയിൽ നിന്ന് തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 4 കൊന്ത ചെല്ലും. അപ്പം അങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പം ഞങ്ങൾക്ക് 2 ദിവസം മുല്ലപ്പൂവിൻ്റെ നല്ല സുഗന്ധം കിട്ടി, ശരിക്കും നന്നായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ മാതാവ് വന്നു, പ്രാവശ്യം നമ്മുടെ അടുത്ത് മാതാവ് നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോകും. അപ്പോൾ 2ാമത് മോൾ ഒന്നുകൂടി എഴുതി. അപ്പോഴും അവൾ സ്പീക്കിങ്ങിന് പോയി. എന്നാലും ഞങ്ങൾക്ക് വിഷമം തോന്നിയില്ല, കാരണം ഇന്നത്തെ പ്രാവശ്യം മാതാവ് തരും. അപ്പം ഞങ്ങൾ കുറച്ചുകൂടെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ കുറച്ചുകൂടെ ഞങ്ങൾ വിപുലീകരിച്ചു. ബൈബിളൊക്കെ ഞങ്ങൾ അരമണിക്കൂർ 2 പേരും വായിക്കും. പിന്നെ ഞങ്ങൾ 3ാമതായിട്ട് ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ വചനം എഴുതുമായിരുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ഞങ്ങളൊരു ബുക്ക് നിറച്ച് മോൾ എഴുതി. ഈ 3ാമത് പരീക്ഷ എഴുതി. ഏപ്രിൽ 27 എഴുതി, മെയ് 12 റിസൾട്ട് വരുന്നത്. അപ്പം ആ സമയത്ത് മോള് ആ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞുള്ള ആ സമയത്ത് ഈ വചനം എഴുതുമായിരുന്നു, ബുക്ക് നിറച്ചു. അപ്പം ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഇപ്രാവശ്യം മോള് വിഷമിക്കേണ്ട, കിട്ടുമെന്ന്. പിന്നെ ഈ പെരവണി നടക്കുന്നതുകൊണ്ട് പപ്പായ്ക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് ഇങ്ങനെ നടക്കുകയോ ചെയ്തത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേണം പപ്പ പോരാൻ. ഒരു പ്രാവശ്യം പപ്പ വന്നുള്ളൂ. പിന്നെ ഞാനും മോളും കൂടെ തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് എല്ലാ മാസവും. എന്നിട്ട് അങ്ങനെ മെയ് 12-ാം തീയതി റിസൾട്ട് വരുന്ന അന്ന് അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് കൊച്ചിന് റിസൾട്ട് നോക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പപ്പായ്ക്ക് അതിൻ്റെ തലേദിവസം ഭയങ്കരമായിട്ട് പനിയായിരുന്നു. അപ്പം പെരവണി നടക്കുകയും ഈ പപ്പായ്ക്ക് പനിയും വന്നു, ഒട്ടും റെസ്റ്റില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് 12-ാം തീയതി രാവിലെ ഇങ്ങോട്ട് ഇവിടെ വന്ന് നോക്കാൻ വേണ്ടിയിട്ട്, റിസൾട്ട് നോക്കാൻ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ എണീറ്റ് ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് റെഡിയായി, ചായ എല്ലാം എടുത്ത് വെച്ച് പപ്പായ്ക്ക് ചായയും കൊടുത്തിട്ട് ഞങ്ങൾ 5:45 പോരുന്ന ഞങ്ങൾ അന്ന് 6:30 ആകാറായി പോന്നപ്പം. ആ സമയത്ത് പപ്പ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പായ്ക്ക് പെട്ടെന്ന് ആ കസേരയിലിരുന്ന് പപ്പ ഇങ്ങനെ ബോധം അങ്ങോട്ട് പോയി. അതായത് കസേരയിലിരിക്കുക. പപ്പ ഇങ്ങനെ വിറച്ച് ഇങ്ങനെ അങ്ങോട്ട് മറിഞ്ഞ് കണ്ണ് തുറക്കത്തില്ല, മിണ്ടത്തില്ല. ആൾ ഭയങ്കരമായിട്ട് വിയർത്തു. ഞാൻ അപ്പോഴേ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഞങ്ങൾ വേറൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ ചുറ്റിലൊന്നും വീടൊന്നുമില്ല.
അപ്പം ഇത് കണ്ടപ്പോഴും ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങൾ വല്ലാതെ ഭയന്നു. ഞാൻ അപ്പോഴേ മാതാവിനെ വിളിച്ച, മാതാവേ നീ എവിടെയാ, ഇറങ്ങി വാന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു വിളിച്ചു. അപ്പം ഞാൻ ഓടി വന്ന് ഉപ്പ് കൊടുത്തു പപ്പായ്ക്ക് വായിൽ, പിന്നെ തൈലം തൂത്ത് കൊടുത്തു. അപ്പോഴേ ഒരു 5 മിനിറ്റ് സെക്കൻഡ് പോലും കഴിഞ്ഞില്ല, അപ്പോഴേ പപ്പ കണ്ണു തുറന്നു. എനിക്ക് ഒന്നും പറ്റിയില്ല, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. വേണ്ട, ഇന്ന് ഞങ്ങൾ എന്തായാലും പോണില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ ചെക്കപ്പും ചെയ്തു. ഞങ്ങൾ പറഞ്ഞു എന്ത് വേണേലും എല്ലാം ചെയ്തോളാൻ പറഞ്ഞു. എല്ലാം ചെയ്തു. പപ്പായ്ക്ക് യാതൊരു കുഴപ്പമില്ല. പനി വന്നു കൂടിയതിൻ്റെ എന്തോ ആയിരുന്നു. MRI ഒക്കെ ചെയ്ത് അപ്പോൾ എന്താണെന്ന് ഓർത്തിട്ട്, പക്ഷേ അതിൻ്റെ അകത്തൊന്നും ഒന്നും കണ്ടില്ല. പപ്പായ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 2 ദിവസവും കൂടെ നോക്കി നമുക്കിവിടെ വന്ന് എടുക്കാമെന്നുള്ള രീതിയിൽ കൊച്ചിൻ്റെ റിസൾട്ട് നോക്കാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പം ഞങ്ങൾ നോക്കാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പം പപ്പായുടെ പെങ്ങന്മാർ വന്നപ്പോഴത്തേനും അവർ പറഞ്ഞു നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല, പിന്നെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ അവർ നിർബന്ധിച്ച് ഞങ്ങൾ ഇത് നോക്കി. മോൾക്ക് എല്ലാത്തിനും 7 സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് പപ്പായ്ക്ക് 2 ദിവസം, പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. അന്ന് പപ്പ പള്ളിയിൽ 5:30 കുർബാനയ്ക്ക് പോയി. പള്ളി വെച്ച് തലകറങ്ങി വീണു. അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവെ ഒന്നും വരുത്തിയേക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. എന്തായാലും പിന്നെയും പോയി നോക്കി, യാതൊരു കുഴപ്പവും പപ്പായ്ക്കില്ലാതെ. ആ പനിയുടെ വിഷമായിരുന്നു ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം പരിപണി എനിക്ക് നടക്കുന്നു. മോന് കല്യാണം, മോൻ ഓസ്ട്രേലിയയിലാണ്, 6 വർഷമായിട്ട് PR കിട്ടിയില്ലായിരുന്നു. അപ്പം മോൻ്റെ കാര്യങ്ങളും കൂടെ ഞാൻ എഴുതി നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു PR കിട്ടാൻ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മോനൊരു വിവാഹം ആലോചന വന്നു. അത് എല്ലാം റെഡിയായി. അപ്പം പിന്നെ ഞങ്ങൾ ഇങ്ങനെ കല്യാണമൊക്കെ ജൂലൈ 12-ാം തീയതി നടന്നു. അതിന് ശേഷം അതിന് മുമ്പ് PR-ന് ഞാൻ ഇവിടെ നിയോഗം വെച്ചപ്പോഴത്തേനും ഇൻവിറ്റേഷൻ കാർഡ് അവന് കിട്ടിയായിരുന്നു. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ അവന് ഇൻവിറ്റേഷൻ കാർഡ് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്തായാലും 6 വർഷമായിട്ട് കിടന്നത് മാതാവ് എടുത്തിട്ടുണ്ട്, ഇനിയൊന്നും നമുക്ക് പേടിക്കാനില്ല, മാതാവ് തന്നോളും. അപ്പം ഞങ്ങളെന്നും ഈ പ്രാർത്ഥന എന്നും ഉണ്ട്. 5:30 പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന എല്ലാം ബൈബിൾ വായിക്കും. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നന്നായിട്ട്, ഞങ്ങളെ പറ്റുന്ന പോലെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും മുടക്കിയിട്ടില്ല. പിന്നെ പോയിട്ട് ഇന്ന് വരെ ദൈവം അനുഗ്രഹിച്ച് മുടക്കിയിട്ടില്ല. എന്നിട്ട് പിന്നെ കല്യാണമൊക്കെ ദൈവം അനുഗ്രഹിച്ച് ഒരു കുഴപ്പം കൂടാതെ എല്ലാം ഭംഗിയായിട്ട് നടന്നു. അപ്പം മോൻ കെട്ടുന്ന വൈഫ് UK-യിലാണ്. അപ്പം അവിടുന്ന് മോൻ പറഞ്ഞിട്ട് ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്തു. മോൾക്ക് അവിടെ തന്നെ മോൻ്റെ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ മോൾക്കും ഓസ്ട്രേലിയ PR-ഓട് കൂടി ജോലി കിട്ടി. ഇപ്പം മോൾ ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇനി ഈ 12-ാം തീയതി മോൻ്റെ അടുത്തേക്ക് ഓസ്ട്രേലിയക്ക് പോകുക. അപ്പം മോൾക്ക് PR-ഓട് കൂടി ജോലി കിട്ടിയപ്പോഴത്തേനും മോനും ആ ഒപ്പം തന്നെ PR-ഉം കിട്ടി. അപ്പം ഞാൻ പറയും ഇതെല്ലാം മാതാവിൻ്റെ പ്ലാനാണ്. നമ്മൾ അങ്ങനെ ചോദിച്ചെങ്കിൽ മാതാവിന് ഈ വഴി തരാനായിരുന്നു മാതാവിൻ്റെ ഇത്. അപ്പം അതനുസരിച്ച് അതെല്ലാം റെഡിയായി. ഇപ്പം മോൾ ഈ മാസം പോവാം. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തികൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതെല്ലാം ചെയ്തു. പള്ളിയിൽ ഞാൻ 15 വർഷമായിട്ട് ഞാൻ പള്ളിയിൽ പോകുന്നത് വിശുദ്ധ കുർബാന മുടക്കത്തില്ല. പിന്നെ എന്തെങ്കിലും കാരണവശാൽ എനിക്ക് വല്ല വയ്യായികയോ പനിയോ ഒക്കെ വരുവാണെങ്കിൽ ഞാൻ പോവാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വെളുപ്പിനെ 4:30 എണീറ്റ്, പിള്ളേർ കൊച്ചായിരുന്നപ്പോൾ 4:30 എണീറ്റ് ചോറും കറിയൊക്കെ വെച്ചിട്ടാണ് എന്നും രാവിലെ പള്ളിയിൽ പോകുന്നത്. അത് ഒരു 15 മിനിറ്റ് പോയാൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ പോകും. അപ്പോൾ ഈ ഹസ്ബൻഡിന് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ പറയും എനിക്ക് എന്താണെങ്കിലും എൻ്റെ ഈശോയും വിസ്തുർബാനയും കഴിഞ്ഞിട്ടുള്ള കാര്യമേ എനിക്കുള്ളൂ. അല്ലാതെ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അതിൽ നിന്നൊരു നെല്ലട ഞാൻ മാറത്തില്ലെന്ന് ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെന്നെ വേറെ ഏത് കാര്യം വേണേലും പറഞ്ഞോ ഞാൻ അനുസരിക്കുക. ഈ കാര്യത്തിൽ മാത്രമേ എന്നെ വിലക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ദൈവം അനുഗ്രഹിച്ച് ഇന്ന് വരെ എനിക്ക് പള്ളി പോകാൻ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴാണെങ്കിലും മോള് UK-ക്ക് പോയി, എല്ലാം ശരിയായി. മോള് UK-ക്ക് പോയി. മോള് ഉടമ്പടി എടുത്ത് ഇവിടെ സാക്ഷ്യം പറയാനിരുന്നതാണ്. പക്ഷേ അതുവരെ ഞങ്ങൾ നോക്കിയിരുന്നു സാക്ഷ്യം മോള് പറയാൻ. അപ്പം അന്നേരം ഇവൾക്ക് പോകുന്നതിൻ്റെ തലേദിവസമാണ് വിസ വന്നത്. അപ്പം പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പം മോൾ അതിന് ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു എന്നും വിളിക്കുമ്പോൾ ചോദിക്കും മോള് പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചിലത് എല്ലാ കാര്യങ്ങളും 5:30 പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, കൊന്ത ചെല്ലണം, ബൈബിളൊക്കെ ഉണ്ട്, പ്രാർത്ഥിച്ചോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എല്ലാം മോളും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ 5 മണിക്ക് എന്നും എണീറ്റ്
2 കൊന്തയും ചൊല്ലി ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി തൈലവും തൂത്തിട്ടാണ് എന്നും പള്ളിയിൽ പോകുന്നത്. ജപമാല റാണി